ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് നേപ്പാളിലുള്ള ഒരു അടിപൊളി ഗ്രാമത്തിലേക്കാണ്. സത്യം പറഞ്ഞാൽ പോകുന്ന വഴിയും വളവൊക്കെയും കുറച്ച് അപകടം പിടിച്ചിരുന്നു. പക്ഷെ ഡ്രൈവറെ കണ്ടപ്പോൾ തന്നെ അതൊക്കെ അങ്ങോട്ട് പോയി കിട്ടി. മൂപ്പർക്ക് ഇതൊക്കെ എന്ത് എന്നൊരു മട്ടായിരുന്നു. അവസാനം എന്തായാലും നമ്മളെ സ്ഥലത്തെത്തി. ഇനിയാണ് ശരിക്കുള്ള കഥ ആരംഭിക്കാൻ പോകുന്നത്. നമ്മളീ കാണുന്ന വഴിയിലൂടെ വേണം ട്രെക്ക് ചെയ്ത് മുകളിലെത്താൻ. കുറേ നടന്ന് മുന്നിലെത്തും ഇതാ ഇങ്ങനെ ഒരു കവാടം കാണാം. നേപ്പാളിലേക്ക് വന്ന് ഇവിടുത്തെ ഗ്രാമങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ അത് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ. പൊക്രയിൽ നിന്നും വെറും 60 കിലോമീറ്റർ മാത്രമേ നമ്മൾ ഈ ഗ്രാമത്തിലേക്കുള്ളൂ. പിന്നീട് അങ്ങോട്ട് 30 to 40 മിനിറ്റ് ട്രെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഗ്രാമത്തിലേക്ക് എത്താൻ. അങ്ങനെ നമ്മളിതാ നമ്മളെ ഹോം സ്റ്റേയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ മൊത്തം കണ്ടപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ഹാപ്പിയായി. എന്നും എണീറ്റ് ഇങ്ങനൊരു വ്യൂ കാണാമെന്നൊക്കെ പറയുമ്പോൾ എന്ത് ഭാഗ്യവാന്മാരല്ലേ. ഹിമാലയ ദർശനം കിട്ടിയപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് വീണുപോയി. പിന്നെ ഒന്നും നോക്കിയില്ല, ഫ്രഷ് ആയിട്ട് വരാൻ വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കൂടെ നമുക്കൊരാൾക്ക് NPR 1300 രൂപ മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ. പിന്നെ ഡിന്നർ അതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. മുഴുവൻ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഡിന്നർ. എന്തായാലും അതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു ഉറക്കം ഇറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റപ്പോൾ എന്താ ഹിമാലയ ഇതേപോലെ മുന്നിൽ വന്നിരിക്കുന്നു. എന്ത് രസാലേ. പിന്നെ ഒട്ടും വൈകിച്ചില്ല, ഗ്രാമമൊക്കെ കണ്ടുവരാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നടക്കാനിറങ്ങി. ഇക്കാണുന്ന കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. തിരിച്ചെത്തിയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു കേട്ടോ. അടിപൊളി സെയിലൊട്ടിയൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ കുറച്ചു നേരം ഇരുന്നു. ഇനി ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവരോടാണ്. ഗ്യാൻഡ്രൂക്ക് വില്ലേജ് അന്നപൂർണ കൺസർവേഷൻ ഏരിയയിൽ ഉൾപ്പെടുത്തുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാൻ പെർമിറ്റ് നിർബന്ധമാണ്. നമ്മൾ വരുന്ന വഴിക്ക് ബസ്സിന്ന് ഡ്രൈവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി ഇവിടെ പാൻ കാർഡൊക്കെ ഉള്ളതുകൊണ്ട് എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് ഒറ്റ കാര്യത്തിൽ എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്ന മിണ്ടാപ്രാണികളാണ് ഈ ഗ്രാമത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ എത്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടമായി. എന്തൊക്കെ പറഞ്ഞാലും ഗ്യാൻഡ്രൂക്ക് ഒരു സ്വർഗം തന്നെയാണ് കേട്ടോ. കാണുകയാണെങ്കിൽ ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഗൈസ്, നമ്മളിതാ ഗ്യാൻഡ്രൂക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ബൈ.